സ്തോത്രം പറ്റുന്നവരൊക്കെ. എനിവേ 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തതിൽ തിന്മ നിന്നെ തൊടുകയില്ല. ആമേൻ സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നു എനിക്ക് ഒരു തിരഞ്ഞെടുപ്പുണ്ടെന്ന്? എത്ര പേർ ഇന്ന് ഈ ഗ്രൂപ്പിൽ വിശ്വസിക്കുന്നു? ആ വിശ്വസിക്കുന്നവർ കരത്തെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവർക്കുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. ഞാനൊരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവമക്കളെ, ദൈവത്തിന് ഓരോ ദൈവമക്കളെയും താൻ ആകർഷിക്കുമ്പോൾ, പിതാവ് ആകർഷിക്കുമ്പോൾ ആണ് ദൈവമക്കളാകാനുള്ള ഭാഗ്യമുണ്ടാകുന്നത്. ഓക്കെ, സോ തൻ്റെ ഇഷ്ടം നമ്മളെല്ലാവരും വളർന്ന് തൻ്റെ പുത്രൻ ചെയ്ത ബാക്കി ജോലി ചെയ്ത് നമ്മളെല്ലാവരും അവിടെ എത്തണം. ഇതേ ഉള്ളൂ ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഈ ലോകസ്നേഹത്തിലൊക്കെ ആയിപ്പോയി വീണ് കിടന്ന് നമ്മളിങ്ങനെ കിടന്ന് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. പക്ഷെ ദൈവാത്മാവ് പറയുന്നു നിങ്ങൾ വീഴണ്ട. 6 പ്രാവശ്യം എന്താണ് പറഞ്ഞത്? യോബിൻ്റെ പുസ്തകം 5:19 പറയുന്നു, 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തിൽ തിന്മ നിന്നെ തൊടുകയില്ല. പല പ്രാവശ്യമായി പല വർഷങ്ങളായി നമ്മളൊക്കെ വല്ലാതെ കുരുങ്ങിക്കിടക്കുകയാണ്. എങ്ങനെ എഴുന്നേൽക്കണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് നോക്കണം, അങ്ങോട്ട് നോക്കിയ പ്രശ്നം, ഇങ്ങോട്ട് നോക്കിയ പ്രശ്നം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പെട്ടെന്നൊരു ഭയത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഇങ്ങോട്ട് വരും. കാരണം അത്രമാത്രം വിഷയത്തിലാണ് ആ വിഷയം കിടക്കുന്നത്. മാഫിയ, അഡിക്ഷൻ, ഡ്രഗ്സ്, പ്രശ്നം, കേസ്, കുറേ ഗ്യാങ്ങുകൾ, ഇതിലൊന്നും നമുക്ക് പോയി പെടാൻ പറ്റത്തില്ല. ഇവരെയൊന്നും നമുക്ക് ജയിക്കാനും പറ്റത്തില്ല. പക്ഷേ ദൈവമക്കൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, മറിയ സംഗ്രഹിച്ചതുപോലെ സകലവും സംഗ്രഹിക്കാൻ തയ്യാറായാൽ വി ഹാവ് ദ വിക്ടോറിയസ് ലൈഫ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. സംഖ്യാപുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ നമ്പേഴ്സ് ചാപ്റ്റർ 17:4 പറയുന്നു. ആമേൻ. 5-ാമത്തെ വാക്യം, വേഴ്സ് 5, ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. ഹല്ലേലൂയ. ഇന്ന് മുതൽ ദൈവമക്കളുടെ വടി വിളിയും തിരഞ്ഞെടുപ്പുമുള്ള ഒരു ദൈവ പൈതൽ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അവനെ സ്റ്റില്ലാക്കാൻ ആരെങ്കിലും നോക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും വിഷയം നമ്മളെ സപ്രസ് ചെയ്യുവാൻ നോക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അവർക്ക് തെറ്റുപറ്റിപ്പോയി. നമ്മൾക്കൊരു ജ്ഞാനമുണ്ടായിരിക്കണം നമ്മൾ ആരുടെ കൂടെയാണ് ഓടുന്നതെന്ന്. അവൻ ഡയറക്റ്റ് അവനോടൊപ്പം ഓടിയാൽ നമ്മൾ രക്ഷ പ്രാപിക്കും. പക്ഷേ ഈ നമ്മളെ ഞെരുക്കുവാൻ നോക്കുന്നവർക്ക് ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്, തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വടി തളിർക്കുവാൻ തുടങ്ങുമ്പോൾ, നിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആമേൻ. നിന്നെ ശത്രുക്കളെ ലജ്ജിപ്പിക്കുന്ന ഒരു ആത്മശക്തി നിന്റെ മേലുണ്ടെന്ന് നീ അറിയണം. ഹല്ലേലൂയ. അവരൊന്നടങ്കം വന്നു, പക്ഷെ എല്ലാവരും ചെങ്കടലിൽ വീണുപോയി. വൈരുടെ എതിർപ്പുകൾ ഫലിക്കയില്ല ഇനിമേൽ. ദൈവമക്കൾക്കെതിരായി വരുന്ന യാതൊരു ആയുധവും സോന വി നിനക്കെതിരായി വരുന്ന എൽസൺ സണ്ണി, നിനക്കെതിരായി വരുന്ന ഷൈനി മാത്യു, ഹല്ലേലൂയ, മേരി തോമസ്, ഹല്ലേലൂയ, ബിൻസി മാത്യു, സാറ, നിനക്കെതിരായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. അവൻ ഒരു വഴിയായി വരും, അവൻ 7 വഴിയായി. അച്ചമ്മ സിസ്റ്ററെ, അത് വിട്ടുപോവുക തന്നെ ചെയ്യും. ബിക്കോസ് നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്തെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അവൻ കൊണ്ടുവരുന്ന ഒന്നിനെയും നമുക്ക് തകർക്കാൻ പറ്റത്തില്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, അത് ദൈവത്തിൻ്റെ നീതിയാണ് തൻ്റെ മക്കൾക്കുള്ളത്. ഓക്കെ, സോ അഹ്റോൻ്റെ വടി തളിർക്കുന്നതിനെ കുറിച്ചാണ്. എന്താണ് അവിടെ ചെയ്ത് നോക്കിയേ? നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കണം. ദൈവമക്കളോടൊരു വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ടായിരിക്കാം, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മൾക്ക് കിട്ടിയായിരിക്കാം. പക്ഷേ അത് എങ്ങനെ വാഗ്ദത്തം നിറവേറ്റണമെന്ന് നമുക്കറിയത്തില്ലായിരിക്കാം. പക്ഷേ ഈ വചനത്തിലേക്ക് വരുമ്പോൾ മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. 7-ാമത്തെ വാക്യം. അപ്പോൾ മോശ എവിടെയാണ് ഈ വടികളെല്ലാം കളക്ട് ചെയ്ത് വെച്ചത്? യഹോവയുടെ സന്നിധിയിൽ സാക്ഷി കൂടാരത്തിൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പുതിയ നിയമത്തിൽ എന്തായിട്ടാണ് അത് വരുന്നത്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ബദാം വൃക്ഷം അത് പൂക്കും. അതെന്താണ് താഴേക്ക് വരുന്നത്? പിറ്റേനാൾ മോശ സാക്ഷ്യ കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിലുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്രകാരമായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ താഴേക്ക് പറയുകയാണ്. അവൻ്റെ ശത്രുക്കളെ ലജ്ജിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ദൈവശക്തി അവൻ്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കിക്കേ, ഈ ചെടിക്ക് വെള്ളമില്ല. ഈ ചെടി ഒരു ദിവസം കൊണ്ടാണ്, ഒരു രാത്രി കൊണ്ടാണ് തളിർക്കുന്നത്. അതിൻ്റെ ആ ദൈവത്തിൻ്റെ ശക്തി നോക്കിയേ. അപ്പോഴാ ഇരുട്ട് സമയത്ത് നമ്മൾ വിചാരിക്കും ഈ ഇരുട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കും. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം, എവിടെയെല്ലാം അന്ധകാരമുണ്ടോ ആഴത്തിൽ
പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെ നോക്കി മറ്റുള്ളവർ പറയും, ഇവളിപ്പോൾ ഇരുട്ടിലാണ് ഇരിക്കുന്നത്, ഇവക്കിപ്പോൾ ഒന്നുമില്ല, ഇവള് ശൂന്യമാണ്, ഇവളെ ആരും സഹായിക്കുന്നില്ല, ഇവളുടെ കൂടെ ഭർത്താവില്ല, കുഞ്ഞുങ്ങളില്ല, ഇവൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുന്നവരെ നിങ്ങൾ ഓർത്തോണം, ഒരു രാത്രി കൊണ്ട് ബദാമിന്റെ തടി പൂത്ത് കായ്ച്ചതിൽ കായ് ഫലം ഉണ്ടായെങ്കിൽ നമ്മുടെ ദൈവത്തെ പരീക്ഷിക്കരുത്. ഹീസ് ഇൻ കൺട്രോൾ, ഹീസ് ദ അൾട്ടിമേറ്റ് ജഡ്ജ്, ഹീസ് അവർ പ്രോമിസ് കീപ്പർ. ഹിസ് നെയിം ഈസ് എൽ ഷദായ്, ഹിസ് നെയിം ഈസ് യഹോവ റാഫ, യഹോവ നിസി, യഹോവ എലോഹീം, യഹോവ ഷമ്മ. ഹല്ലേലൂയ. ഇതറിയുന്ന ദൈവമക്കൾ എന്തു ചെയ്യുമെന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെ ബദാം വൃക്ഷം പൂക്കണമെങ്കിൽ, കായ്ക്കണമെങ്കിൽ 1 പത്രോസിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ അതിലൊരു വാക്യം പറയുന്നു, ആകയാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. എത്ര പേർക്ക് പാൽ കുടിക്കാൻ ആഗ്രഹമുണ്ട്? ഇങ്ങനെ ഒരു പാല്, വചനമെന്ന മായമില്ലാത്ത പാല്. ഈ ലോകത്തിൽ നമ്മൾ ഇനി എന്തെടുത്താലും അതിനകത്ത് മായമുണ്ട്. ഇനി ആരെങ്കിലും ഒന്ന് ട്രസ്റ്റ് ചെയ്ത് നമ്മളൊരു കാര്യം അവരെ ഏൽപ്പിച്ചാൽ അതിലും എത്ര ബെനിഫിറ്റ് അവർക്ക് കിട്ടാമെന്ന് നോക്കും. ഹല്ലേലൂയ. ഏതെല്ലാം രീതിയിൽ പോലെ എങ്ങനെ പോയാലും ബെനിഫിറ്റിന് വേണ്ടി ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ വിസ്റ്റം നമുക്ക് ആവശ്യമാണ്. പാമ്പിനെ പോലെ വിവേകിയും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായി മുന്നോട്ട് ദൈവമക്കൾ യാത്ര ചെയ്തില്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് തന്നെ നമ്മൾ കിടക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വചനമെന്ന പാൽ കുടിക്കുവാൻ എഴുന്നേൽക്കണം. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വചനമെന്ന് ഞാൻ ഗ്രൂപ്പിൽ പറയാനുള്ളത് ആ വാക്യം അവിടെ അങ്ങ് വിടുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായവും ഈ വാക്യങ്ങളും ഈ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. നമുക്ക് അരമണിക്കൂറുകൊണ്ട് എല്ലാം കൺവേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എഹെസ്കേലിൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. എഹെസ്കേൽ പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എഹെസ്കേൽ ോട് പറയാണ്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇമാജിൻ ചെയ്യണം, യഹോവയുടെ ഒരു അരുളപ്പാട് നിങ്ങളുടെ മേൽ വരികയാണെന്ന് വെച്ചോ. വെച്ചോന്ന് തന്നെയല്ല, നിങ്ങളുടെ മേൽ വന്നു എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും, ഗ്രേസ് മോൾ, ഷിജ മോൾ, ലിയോനി, ബിന്ദു, ഹല്ലേലൂയ, ആശ സിസ്റ്റർ, അച്ചാമ്മ സിസ്റ്റർ, ലിസി സിസ്റ്റർ, ഷാലി സിസ്റ്റർ, ഈ ഇരിക്കുന്ന ഓരോരുത്തരും, സൽമ സിസ്റ്റർ, മേസി സിസ്റ്റർ, സോണിയ സിസ്റ്റർ, ലീന സിസ്റ്റർ, പ്രതീക്ഷ, ചിന്നു, എല്ലാവരോടും പറയാണ്, ഐഫോൺ, ജിജി സിസ്റ്റർ, സ്വപ്ന, ഉഷ, ഡോറിസ്, ഓരോരുത്തരോടും പറയാണ്, നമ്മൾ ആരാണെന്ന് ഒരാളൊന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് പറ, നമ്മൾ ആരാണ്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യപ്രകാരം നമ്മൾ ആരാണ്? പറ, ഒരാൾ പറ. എന്താണ്? രാജ്യവും പുരോഹിത വർഗവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴേ 1-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയാണ്, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിനും നമ്മെ രാജ്യവും പുരോഹിതന്മാരും. അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മളെ പുതിയ നിയമത്തിൻ്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി നിങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന വില്ലേജിൽ, ഡിസ്ട്രിക്റ്റിൽ, സ്റ്റേറ്റിൽ, കൺട്രിയിൽ, കോണ്ടിനെൻറ്റിൽ വെച്ചിരിക്കുകയെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? വൈ ആർ യു കമ്പയറിങ് വിത്ത് അതർ പീപ്പിൾ? നിങ്ങൾ മറ്റുള്ളവരെ എന്തിന് കമ്പയർ ചെയ്യുന്നു? എൻ്റെ ഭർത്താവ് എഴുന്നേറ്റില്ല, എൻ്റെ മക്കൾ പ്രാർത്ഥിക്കുന്നില്ല. ഡോണ്ട് കമ്പയർ വിത്ത് എനിവൺ. നിങ്ങൾ ഒറ്റയ്ക്ക് എഴുന്നേൽക്കണം. കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ അനോയിറ്റ് ചെയ്യാന്ന്. കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ വിളിക്കുന്നു, ഞാൻ നിന്നോട് സംസാരിക്കും, എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ പകരും. ഹല്ലേലൂയ. അപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്, കൃപ നമ്മളുടെ മേൽ തരികയാണ്. എന്നിട്ട് കർത്താവ് എഹെസ്കേലിൻ്റെ ചാപ്റ്ററിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ രാജ്യ പുരോഹിത വർഗ്ഗങ്ങളാണ്. ഇന്ന് മുതൽ ഇനി ആരും ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഈ 62 പേരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇനി ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കരയാൻ ഇടവരുത്തില്ല. ഈ മെസ്സേജ് നിങ്ങൾ അതുപോലെ റിസീവ് ചെയ്യുകയാണെങ്കിൽ. കാരണം നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്ന രാത്രിയിൽ. ഹല്ലേലൂയ. ആ സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമ്പോഴാണ് എവിടെയോ ഒരു കല്ലുപോലൊരു ബോണ്ടേജ്, എവിടെയോ ഒരു ഭാരം, ആവശ്യമില്ലാത്ത അച്ചായൻ രാവിലെ പോകുമ്പോൾ ഒരു വഴക്ക് പറഞ്ഞു, അത് കയറ്റി ഇവിടെ വെക്കും.
പിന്നെ അമ്മയമ്മ ഒരു ഫോൺ കോൾ ചെയ്തപ്പോൾ എന്തോ പറഞ്ഞു, അത് കയറ്റി ഇവിടെ വെക്കും. പിന്നെ മോം രാവിലെ പറഞ്ഞു, അത് കയറ്റി ഇവിടെ വെക്കും. എല്ലാം കൂടെ കേട്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കും രാവിലെ. അപ്പോഴാണ് ലീന സിസ്റ്റർ വിളിക്കുന്നത്. റാണി സിസ്റ്ററേ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ലീനയെ ഭയങ്കര തലവേദനയാണ്, പിന്നെ വിളിക്കാമോ? അപ്പോൾ ചോദിക്കുക, എന്ത് പറ്റിയത് റാണി സിസ്റ്ററേ? അയ്യോ രാവിലെ പോയപ്പോൾ എന്തെല്ലാം എന്നെ പറഞ്ഞിട്ട് പോയെന്നറിയാമോ? മോനാണെങ്കിൽ ഞാൻ ഒന്നും കേൾക്കുന്നില്ല, നാത്തൂനാണെങ്കിൽ ഇപ്പം ഹസ്ബൻഡിൻ്റെ മുഴുവനും 24 മണിക്കൂർ അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുക, മറ്റവരാണെങ്കിൽ അങ്ങനെ, ഓഫീസിലാണെങ്കിൽ ഇങ്ങനെ, വീട്ടിലാണെങ്കിൽ ഇങ്ങനെ, മറ്റേ പ്രശ്നം ഇങ്ങനെ എല്ലാ ഭാരവും കൂടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് മേളിൽ നിന്ന് പറയണം, റാണി ഒന്ന് ലിസൺ ടു മീ. അവിടെ പിന്നെ ഇസ്രായേലിൽ പ്രശ്നം നടക്കണം, നീ ഇന്ന് പ്രാർത്ഥിക്കണം എൻ്റെ കൂടെ ഇരുന്ന്. ഞാൻ പറയും, എന്നെ അച്ചായ മഴക്കുറഞ്ഞേ, എന്നെ അച്ചായ. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കർത്താവ് പറയും, എന്നാൽ റാണി അവിടെ നിൽക്കും, ഞാൻ മേഴ്സിയുടെ അടുത്തോട്ടൊന്ന് പോട്ടെ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെന്തുവാ, ഞാൻ ഭാരം വെച്ച് അവിടെ കടന്ന് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് ലീന ഫോൺ ചെയ്യാം, സിസ്റ്റർ എവിടെയാണ്? ചെറുതായിട്ടൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൊളസ്ട്രോളും ഉണ്ട്, BP ഉണ്ട്, ഷുഗർ ഒന്ന് തുടക്കവും ഉണ്ടെന്ന് പറയും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗ്രാജുവലി ലീന വിളി അങ്ങ് നിർത്തും. കാരണം ഇതിനെ വിളിച്ചിട്ട് കാര്യമില്ല, ഇത് രോഗവും കഷ്ടവും പ്രശ്നവും. അതിഭേദം മേഴ്സി അപ്പോഴത്തേക്ക് ചഞ്ചൽ ഹാ എന്ന് പറയും. കാരണം കുതിര നിൽക്കുന്നത് പോലെ മേഴ്സി ഇങ്ങനെ നിൽക്കുക. കാരണം അവിടെ പോയായിരുന്നു കർത്താവ് സംസാരിക്കാനായിട്ട്. മേഴ്സി റിസീവ് ചെയ്തു. അതുകൊണ്ട് മേഴ്സി സിസ്റ്റർ മീറ്റിങ്ങിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അനേകം പേരെ ഈ കൂട്ടത്തിൽ ദൈവം വിളിച്ചായിരുന്നു. പക്ഷേ എല്ലാവരും ഉറങ്ങിപ്പോയപ്പോഴേ ഒരു സഹോദരിക്ക് തോന്നി എഴുന്നേറ്റിരിക്കണമെന്ന്. ഹല്ലേലൂയ. ആത്മദാഹമുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോഴേ നമ്മൾ ഓരോരുത്തരും വിളിയും തെരഞ്ഞെടുപ്പുമുള്ളവരാണ്. ആമേൻ. എല്ലാവരും പറഞ്ഞിട്ട് ആമേൻ. ഞാൻ വിളിയും തെരഞ്ഞെടുപ്പുമുള്ള ഒരു ദൈവ പൈതലാണ്. വിഷയങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും. നമ്മൾ ഒന്ന് സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങും. കർത്താവ് ഞാൻ നിന്നിലേക്ക് ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രശ്നം പ്രതികൂലം വരും. വളരെ വിശുദ്ധത്തോടു കൂടിയായിരിക്കണം. അതിനെ നമ്മൾ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണണം പോസിറ്റീവായിട്ട്. ഇവൻ ഇങ്ങനെയാണ്, എന്നെ തളർത്താൻ നോക്കുകയാണ്, ഞാൻ ഇന്ന് രാവിലെ ഒന്ന് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചപ്പോൾ ഇവൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്യണം. മോനെ ഞാൻ ഭാവി ഓർത്ത് പുഞ്ചിരിക്കും. സദൃശ്യവാക്യം 31 ഭാവി ഓർത്ത് അവൾ പുഞ്ചിരിക്കണം. അവർ കാണണ്ട, നമ്മൾ വിട്ടുതരില്ല എന്നെ. ഞാൻ അപ്പോഴേ റിജക്റ്റ് ചെയ്യും. റാണി സിസ്റ്റർ രാവിലെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ അഭിഷിക്തനെ സ്വോത്രം ഹല്ലേലൂയ, അഭിഷിക്തനാണ്, പുള്ളി അറിവില്ലായിരുന്നു. അയ്യോ അങ്ങനെ പറയുന്നത് നിർത്തി. ഇപ്പം ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, വിശ്വാസത്തിനൊരു ശോധനയുണ്ടേ റാണി, ടെസ്റ്റ്. അപ്പം ഞാൻ പറയും, പരീക്ഷ ഇടാൻ ഒരാൾ വേണമല്ലോ. പരീക്ഷകൻ വന്നു, പരീക്ഷകനല്ല, ടെസ്റ്റ് ഇടേണ്ട ആൾ ടെസ്റ്റ് ഒരാളിലൂടെ ഇട്ടു, ഞാൻ ജയിച്ചു. അവിടെ അപ്പം തന്നെ ചീറ്റി പോവാ പ്രശ്നം. നമ്മൾ സീരിയസ് ആകുന്നതേ ഇല്ല. വൈകിട്ട് വരുമ്പോൾ നമ്മളെല്ലാം ഹാപ്പി. ഇതെന്ത് എത്ര ദിവസം എന്നറിയുമോ? അങ്ങനെ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല ഓരോ കാര്യം, നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെല്ലാം ബുദ്ധിമതികളുമാണ്. ആമേൻ. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കാര്യം ഞാൻ മെസ്സേജ് പറയാം. ഹെസ്കേൽ ഒരു 2 മിനിറ്റ് ഇതിലൊന്ന് നിന്നോട്ടെ. ഈ കാര്യത്തിൽ കുടുംബത്തെക്കുറിച്ച് പറയാനായിട്ട്. കുടുംബത്തെ എടുക്കുമ്പോഴേ മാക്സിമം പേര് പറയുന്നത് ഹസ്ബൻഡിനെ ഡൈവോഴ്സ് ചെയ്യണം, ഒന്നുമില്ലെങ്കിൽ ഇങ്ങാര് ശരിയല്ല, ഭയങ്കര പ്രശ്നമാണ്, പിള്ളേർ ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നമാണ്. പല പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കി, ആരാണ് ഇവിടെ സന്തോഷിക്കുന്നത്? ദൈവം സന്തോഷിക്കുന്നോ അതോ നമ്മൾ സന്തോഷിക്കുന്നോ? അതോ ആരാ സന്തോഷിക്കുന്നത്? നമ്മൾ രണ്ടു കൂട്ടരും സന്തോഷിക്കുന്നില്ല, അവിടെ ഇരുന്നല്ല അവനാണ് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ആമേൻ. നിങ്ങൾക്കൊരു ദൈവമക്കൾക്കൊരു പ്രശ്നം വരുമ്പോൾ, ഞാൻ ജാതികളെക്കുറിച്ചല്ല പറയുന്നത്, വിളിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അവരോട് തന്നെ വ്യക്തിപരമായി ഞാൻ ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് റെഡിയാക്കുക, ഈ പറയുന്ന വചനം ഒന്ന് റിസീവ് ചെയ്യാനായിട്ട്. ഓക്കെ. സോ നമ്മൾ ഒരു എസൻസിലേക്ക് പോവുകയാണ്. എസെക്കിയേൽ 37 അധ്യായം, എസെക്കിയേൽ 37. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ഓക്കെ. ഇപ്പം നമ്മളോട് ഓരോരുത്തരും വ്യക്തിപരമായി ദൈവം സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വാക്തത്വം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ദർശനം, അല്ലെങ്കിൽ ദൈവം വചനത്തിലൂടെ നമ്മളോട് ഇടപെട്ടു എന്നിരിക്കട്ടെ ഒരു പ്രാവശ്യം. ഓക്കെ. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങളെ ടച്ച് ചെയ്യുന്ന വചനങ്ങൾ നിങ്ങളൊരു ബുക്ക് ഉണ്ടാക്കി എഴുതിയെടുക്കുക. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക.
പിറ്റേ ദിവസവും അന്നത്തെ ദിവസവും ഒക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇത് 2-3 പ്രാവശ്യം വായിക്കുക. മനസ്സിലാവുന്നത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. വീണ്ടും വീണ്ടും വായിക്കുക. അതെന്തിനാണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. റേമയാണ്, അത് ജീവനദിയാണ്, ആത്മാവാണ്, ജീവനാണ്, തീയാണ്, ചുറ്റികയാണ്, വാളാണ്. ഇതൊക്കെയാണ് ദൈവത്തിന്റെ വചനം. ഇത് പറയും തോറും ആത്മാവിന്റെ നദി പുറപ്പെട്ടുകൊണ്ടേയിരിക്കും, തോട്ടം നനഞ്ഞുകൊണ്ടേയിരിക്കും. ആമേൻ. ഗോപുരം ഇങ്ങനെ നിൽക്കുമ്പോൾ അലിസാൻഡി ഗോപുരം നിൽക്കുമ്പോൾ ഹല്ലേലൂയ, തോട്ടക്കാരൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കല്ല് പറക്കി കളഞ്ഞു, മുന്തിരിത്തോട്ടം നല്ലതായി വരും, കാവൽക്കാരനുമുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥന ഉയരണം ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേൻ. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് വചനം എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ ജീവിതത്തിൽ പ്രാക്ടിക്കലി കൊണ്ടുവരാമെന്നാണ്. ആമേൻ. സോ എഹെസ്കേലിന്റെ പുസ്തകത്തിൽ യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ഓക്കെ, ഇനി അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കാം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. നോക്കിക്കേ, അവിടെ നോക്കിയപ്പോൾ അസ്ഥികളെല്ലാം, സമയമില്ലാത്തതുകൊണ്ട് ഷോർട്ടിൽ പോവാണ്, അസ്ഥികളെല്ലാം ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. ഒരു ജീവനുമില്ല, ഉണങ്ങി വരണ്ട് അവിടെ എല്ലാം ഇങ്ങനെ കൂമ്പാരമായി കിടക്കുകയാണ്. ഓക്കെ, അങ്ങനെ കൂമ്പാരമായി താഴ്വരയിൽ ഇങ്ങനെ കൂമ്പാരമായി ചുറ്റി നടക്കുമാറാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴേ മേളത്തെ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചോണം. ചുറ്റി നടക്കുമാറാക്കി, അതിനെ കാണിച്ചു, അവസ്ഥകളേക്ക് കണ്ടു. നമ്മൾ ഓരോരുത്തരും ഈ പ്രയർ റിക്വസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. ആ പ്രാർത്ഥന ഇനി ഷോർട്ടാക്കണം. നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ നീട്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. നമ്മൾ ചുറ്റി ഒന്ന് കാണണം, അവസ്ഥയെ കണ്ടിട്ട് ഏത് വചനം എടുക്കണം. വിശ്വാസത്തിൽ 2 വാക്യം പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ഫിനിഷ്. ആമേൻ. സോ അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. അസ്ഥികളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതാണോ സ്റ്റില്ലായിരിക്കുന്നത്, ആ സ്റ്റില്ലായിരിക്കുന്ന അവസ്ഥയോട് നിങ്ങൾ കൽപ്പിക്കണമെന്ന്. ആമേൻ. പ്രവചിക്കുക എന്ന് പറയാൻ കൽപ്പിക്കണം. വായ തുറന്ന് നിങ്ങൾ ഈ വചനത്തെ പ്രസ്താവിക്കണം. അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എഴുന്നേറ്റിട്ട് പറയണം, ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളോട് ദൈവത്തിന്റെ വചനം പറയുവാൻ. അപ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കും. അത് ജീവനാണ്. അത് ജീവന്റെ നദിയാണ്. ഉണങ്ങി വരണ്ടിരിക്കുന്ന ആ വയലിലേക്ക് കുറച്ച് വെള്ളം നിങ്ങൾ കൊണ്ടൊഴിക്കുമ്പോൾ അവസ്ഥ എന്തായിരിക്കും അതിൻ്റെ? അയ്യോ, ഭയങ്കര ഒരു അവസ്ഥയാണ്. ഇതുപോലെ തന്നെ ഉണങ്ങിയിരിക്കുന്ന നമ്മുടെ അവസ്ഥകളിൽ ഏത് പ്രശ്നം നമ്മുടെ മുമ്പിൽ വരട്ടെ, ഇമ്മീഡിയറ്റ് പ്രശ്നം വരട്ടെ, ഹ്യൂമിലേഷൻ വരട്ടെ, അക്യുമുലേഷൻ വരട്ടെ, ചെയ്യാത്ത തെറ്റ് ചെയ്തെന്ന് പറയട്ടെ, നീ കള്ളിയെന്ന് പറയട്ടെ, നിന്നെ ഫോൾസ് അക്യുമുലേഷൻ നിന്നെ കൊണ്ടുവരട്ടെ, വാട്ട് എവർ കംസ് ഇൻ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എല്ലാം അനുഭവിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ വചനമെടുത്താണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒറ്റ വാക്യമേ പറയത്തുള്ളൂ. എത്ര മാത്രം വന്നാലും പറയും, കർത്താവേ, ഗലാത്യ ലേഖനം 2:20 എൻ്റെ വാക്യം. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഞാൻ പറയും, ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എനിക്ക് വേണ്ടി മരിച്ച് ജീവൻ തന്ന ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെങ്കിൽ ഈ വിഷയം എൻ്റെ വിഷയമല്ല, ഇത് നിന്റെ വിഷയമാണ്. യു ഡു ഫൈറ്റ്. ഐ ഡോണ്ട് നോ എനിത്തിങ്. നീ എന്നോട് പറഞ്ഞു മുന്നോട്ട് പോകാൻ, ഞാൻ ദേ മുന്നോട്ട് പോകുന്നു. നൗ യു ഡു യുവർ വിൽ. എനിക്ക് സഹായത്തിന് ആരുമില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾ ഇത് പ്രാക്ടിക്കലി ചെയ്യണം. അനുഭവസ്ഥരാണ് പറയുന്നത്. ഓക്കെ, അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോഴേ, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഹല്ലേലൂയ. അപ്പോൾ അത് ജീവിക്കണം. അപ്പോൾ അത് മരിച്ചിരിക്കുകയാണ്. നമ്മുടെ വാക്തത്വം മരിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ മരിച്ചിരിക്കുകയാണ്. നമ്മളത് യഹോവ ഊതുമ്പോൾ അതിൽ ശ്വാസം വരും. ഇതെല്ലാം പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതിനാ? നിങ്ങൾ ജീവിക്കേണ്ടതിന്. ആമേൻ. അപ്പം എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. എത്ര പേര് ദൈവം തന്ന വചനത്തെ എടുത്ത് പ്രാക്ടിക്കലി നിങ്ങൾ പ്രവചിക്കുന്നുണ്ട്? നിങ്ങളുടെ വിഷയങ്ങളെ നോക്കി നിങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കളായിരിക്കാം, ചിലപ്പോൾ അവർ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ആയിരിക്കാം, അവരുടെ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അവരുടെ ഏത് പ്രശ്നമായിക്കോട്ടെ, നിങ്ങൾക്ക് ഹസ്ബൻഡ്, കുഞ്ഞുങ്ങൾ, ഏതെങ്കിലും ഒരു വ്യക്തി, എനി പേഴ്സൺ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, ഒരു സംഭവം വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ ക്ലെയിം ചെയ്യുക. ഇല്ലെങ്കിൽ യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം അങ്ങ് പ്രവചിക്കുക. അത്രേ ഉള്ളൂ. ആ ഭാരം നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് മാറിപ്പോകാൻ ഇടയാവും. കാരണം പിശാചിന് ഇഷ്ടമല്ല ഏറ്റവും ഗ്രേറ്റസ്റ്റും ഏറ്റവും ബ്യൂട്ടിഫുള്ളും ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടും ഏറ്റവും ഹെൽത്തിയും വെൽത്തിയുമായിട്ടുള്ള സംഭവം നമ്മൾ ചോദിക്കുന്നത് എന്താണ്? അവൻ്റെ ആത്മാവിനെയാണ് ചോദിക്കുന്നത് അവരുടെ മേൽ. ഹല്ലേലൂയ. അവിടെ ചോദിക്കുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ നടക്കും. നിങ്ങളത് ഗ്രാജുവലി നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി, സമയമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാണ്, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ഒരു മുഴക്കം കേട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഇന്ന് വരെ മുഴക്കം കേൾക്കാത്ത ദൈവ പൈതലേ, നീ വചനത്തെ എടുത്ത് പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ ഒരു മുഴക്കം കേൾക്കുവാൻ ഇടയാകും. ചിലയിടത്തേക്ക് ഇളക്കം വയ്ക്കുവാൻ ഇടയാകും. ഇന്ന് ഞാൻ അത്യന്ത ശക്തിയിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് അനോയിറ്റിങ്ങിൽ ആ ഗ്ലോറിയിൽ ഇരിക്കുമ്പോൾ പിശാചിന് സമാധാനമില്ല. അവൻ ഏതോ കൊട്ടുന്ന പോലെ ഒരു സൗണ്ട്. നമ്മൾ ചേച്ചിയുടെ മോൻ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അവൻ കൊട്ടിയതാണെന്ന് വിചാരിച്ചു ഞാനൊന്ന് എഴുന്നേറ്റ് പോയി. ഞാൻ അവനോട് ചോദിക്കുമ്പോൾ അവൻ ബാൽക്കണി ഇരിക്കുകയായിരുന്നു, ഞാൻ കൊട്ടിയതേ ഇല്ലാന്ന്. പിന്നെ ഇതാരാണ് കൊട്ടിയത്? എടാ കള്ള, ഹല്ലേലൂയ, സ്തോത്രം. ഇതുപോലെ ദൈവം ആമേൻ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇവൻ സമ്മതിക്കത്തില്ല. പക്ഷെ വീണ്ടും 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 നമ്മുടെ പാഷൻ അതായിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ രാജകീയ പുരോഹിത വർഗ്ഗങ്ങളാണ്. ആമേൻ. സോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ അറിയാം മുഴക്കം കേൾക്കുവാൻ ഇടയാകും. എന്താണ് മുഴക്കം കേട്ടത്? മുഴക്കം കേട്ടു, ഉടനെ ഭൂകമ്പം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മുഴക്കം കേൾക്കാൻ തുടങ്ങിയോ, പിന്നെ ഭൂകമ്പമുണ്ട്. ഭൂകമ്പം വന്നാൽ മുഴക്കത്തിൻ്റെ അവിടെ നമ്മൾ നാട്ടിൽ അമ്മച്ചിമാരൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഇടിമുഴക്ക് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ലീന സിസ്റ്റർ എന്തുവാ പറയുന്നത്? എടി അവിടെ കിടക്കുന്നേ വിറകങ്ങ് അകത്തോട്ട് എടുത്തിടെന്ന് പറയും, തുണി എടുത്ത് അകത്തോട്ടിടെന്ന് പറയും. അല്ലെങ്കിൽ ഉണങ്ങാണ്ടിരിക്കുന്ന ഗോതമ്പോ മുളക് പിന്നെ കൊപ്ര എല്ലാം അകത്തെടുത്ത് വെക്കെന്ന് പറയും. മുഴക്കത്തിൻ്റെ അവിടെ ആർക്കും നിൽക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും അമ്മച്ചി പറയോ, ലീനായെ പോയി തുണി എടുത്തിടേണ്ടെന്ന്, ഓടിക്കോടി എന്ന് പറയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ ജീവിതത്തിൽ ബദാം പൂ റമന ശംദേറബ സിഖോറിയാണ്ടവേ. ഹല്ലേലൂയ. ആമേൻ. ഷേർലി സിസ്റ്ററേ, ആമേൻ. നിന്റെ ജീവിതത്തിൽ ബദാം പൂ വരും, കായ്ക്കും. അത് ഫലം കായ്ക്കും. അച്ചമ്മ സിസ്റ്ററേ, ഹലോ, അത് ഫലം കായ്ക്കും നിശ്ചയമേ. പാതാള ഗോപുരം ജയിക്കില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ചിലപ്പം പറയാം അത് കണ്ടതിന് ശേഷമേ ഞാൻ വിശ്വസിക്കുന്നുള്ളെന്ന്. കാണാതെ വിശ്വസിച്ചവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആമേൻ. സോ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാണ്, അപ്പോൾ അവൻ 9-ാം വാക്യം എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്. അപ്പോൾ നമ്മൾ പറയണമെന്ന്, കാറ്റിനോട് പ്രവചിക്കണം. ആമേ. കാറ്റിനോട് പ്രവചിക്കണം, സമൂഹത്തോട് പ്രവചിക്കണം, ദേശത്തോട് പ്രവചിക്കണം. നമ്മൾ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ? രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ ബെബെ പ്രാർത്ഥന ഇനിമേൽ നിർത്തണം. കർത്താവെ കരുതണേ, കാക്കണേ. അത് ആരാ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? യാക്കോബക്കാരും അവരും അങ്ങനെയുള്ളവർ ജാതികളാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ദൈവമക്കൾ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവമക്കൾ വചനമെടുത്ത് വെട്ടണം. ഹല്ലേലൂയ. ആമേൻ. രാജ്യങ്ങളെ വിടുവിക്കണമെന്ന് രാജാക്കന്മാർ കേൾക്കും നിശ്ചയമേ, അധികാരസ്ഥൻ കേൾക്കും നിശ്ചയമേ. കർത്താവേ നിന്റെ വാഗ്ദത്തമുണ്ടല്ലോ, രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ രാജ്യങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ സ്തോത്രം ചെയ്തു. ഇങ്ങനെ വചനം പറഞ്ഞു 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 നമ്മൾ വെട്ടി 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 പോകണം. ഹല്ലേലൂയ. അവിടെ വലിയൊരു ദൈവപ്രവൃത്തി നടക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മൾ ഇന്നു മുതൽ പ്രവചിക്കുവാൻ തുടങ്ങണം. വചനമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം. വചനം നമ്മൾ എഴുതിയെടുക്കുവാൻ തുടങ്ങണം. വചനം വായിക്കുവാൻ തുടങ്ങണം. ഹല്ലേലൂയ. വചനം ഇരുവായ്ത്തലേക്കാൾ ഈർച്ചയേറിയതും മജ്ജകളെയും ആഴ്ന്നിറങ്ങുന്നതും ഹൃദയത്തിലെ വിവേചിക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അറിയാവുന്നവർ അടങ്ങിയിരിക്കുകയില്ല. അവർ പ്രവചിക്കുക തന്നെ ചെയ്യും. അവർ പ്രവചിക്കുമ്പോൾ ഭൂകമ്പമുണ്ടാകും, മുഴക്കമുണ്ടാകും. അവിടെ നടക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇതൊന്നും അപ്പോൾ സംഭവിച്ചില്ലെങ്കിൽ തന്നെയും നിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ഭൂകമ്പം ഉണ്ടല്ലോ, അതങ്ങ് മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പിശാച് കൊണ്ടുവച്ചൊരു ഭൂകമ്പം ഉണ്ടല്ലോ, നിന്നെ തകർക്കും, നിന്നെ ഓടിക്കും, നിന്നെ ഇപ്പം വെട്ടി വീർക്കും. അത് നിന്നെ പേടിപ്പിക്കുന്ന സംഭവം കൊണ്ട് അവർക്കും ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. കാരണം അതിന്റെ പവർ അത്രയ്ക്കാണ്. ഒരു വോൾക്കാനോയുടെ മുമ്പിൽ ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തിന്, ഒരു കൊറോണയുടെ മുമ്പിൽ ഒരു രാജാവിന് നിൽക്കാൻ പറ്റിയില്ല. ആമേ. കൊറോണയുടെ മുമ്പിൽ ഒരു രാജാവിനെ നിൽക്കാൻ പറ്റിയില്ല. ഒരു രാജ്യം എല്ലാത്തിനെയും ഇളക്കിയെങ്കിൽ ഒരു ഭൂകമ്പം. ആമേ. നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ ഒരു ദേശത്തിൽ, നീ ഒരു ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആമേ, വിശ്വാസത്തിന് പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കേണ്ടത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ആമേ. ഇനി ബാക്കി താഴോട്ട് വരുമ്പോഴേ, ആമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. സ്തോത്രം. ആ മരിച്ചിരിക്കുന്നവർ ജീവിക്കേണ്ടതിന് നീ ഊതുമ്പോൾ ആമേ, ആ മരിച്ചവരിൽ ജീവൻ വെക്കുവാൻ ഇടയാകും. നമ്മളിൽ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇവർ ശരിയാവത്തില്ല, ഇവരൊന്നും എങ്ങാരെയും കൊണ്ട് പ്രാർത്ഥിച്ചു 17 വർഷമായി സിസ്റ്ററെ, 18 വർഷമായി സിസ്റ്ററെ പ്രാർത്ഥിക്കും, ഇതുവരെയും ഒരു വിടുത്തലും ഇല്ല. റാണി സിസ്റ്ററെ നോക്കണം, 14 വർഷമായിട്ട് പ്രാർത്ഥിക്കുക. സ്തോത്രം. പക്ഷെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മേലോട്ടാണ് പോകുന്നത്. ആമേ. നമ്മുടെ ആ ഹൃദയത്തിൻ്റെ അകത്തെ ഭാരം നീങ്ങിപ്പോയോ, ദാറ്റ് മീൻസ് ഗോഡ് ടേക്കൻ ദാറ്റ് പ്രോബ്ലം. അത് കർത്താവിൻ്റെ കയ്യിലാണ്. ആമേൻ. ആമേൻ. ഹി വിൽ ഡു ഇൻ ഹിസ് റൈറ്റ് ടൈം. പ്രൈസ് ദി ലോർഡ്. ഇനി 10-ാം വാക്യം, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ.
അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ. അപ്പം കർത്താവ് തന്ന വചനം ഞാൻ അത് എടുത്തു പറയാൻ തുടങ്ങിയപ്പോൾ ശ്വാസം അവരിൽ വന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ആമേ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഷാലി സിസ്റ്ററെ ആമേ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഓഫീസിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ആമേ അവർ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിന്നു. ഹല്ലേലൂയ. ഒന്ന് നോക്കിക്കേ, നമ്മൾ എത്ര പേരിൽ തുടങ്ങിയതാണ്. കർത്താവ് യേശു ക്രിസ്തു ക്രൂശീകരണം കഴിഞ്ഞപ്പോഴേ 12 പേരെ ഉള്ളായിരുന്നു ശിഷ്യന്മാരായിട്ട്. 12 പേരിൽ തുടങ്ങിയ ശുശ്രൂഷ ഇപ്പോൾ എവിടെ വരെ എത്തി. ഇതെല്ലാം ഒരു സൈന്യമായി എഴുന്നേൽക്കണമെങ്കിൽ ദൈവ പൈതലെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചുമ്മാതെ മാന്തിയും ചൊറിഞ്ഞു ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ വചനമെന്ന വാളെടുത്തുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാലെ അല്ലാതെ ഈ ജാതി വിട്ടുപോകില്ല. ഏത് ജാതി? അവിശ്വാസം എന്ന ജാതി വിട്ടുപോകില്ല. അവിശ്വാസത്തിന്റെ കോട്ടകളെ നമ്മൾ തകർക്കണം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ലെന്നാണ്. അത് ദുഷ്ടൻ പറഞ്ഞതാണ്. ഹവ്വായെ ഉപായത്താൽ വശീകരിച്ചതുപോലെ നിർമ്മലതയും ഏകാഗ്രതയും അവൻ വിട്ടുപോകാൻ അവൻ ഇടയാക്കും. അപ്പോൾ നിർമ്മലതയും ഏകാഗ്രതയും നമ്മുടെ ഉള്ളത്തിലുണ്ട് എങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മളിൽ വ്യാപരിക്കും. നമുക്ക് ദൃഷ്ടി വെച്ച് കർത്താവ് ആലോചന പറഞ്ഞു തരും. നീ ഒരു സ്റ്റെപ്പ് ഒന്ന് വെച്ച് നോക്കിയേ. കഴിഞ്ഞ ദിവസം എന്നോട് സിസ്റ്റർ ചോദിച്ചതാണ്, സിസ്റ്ററെ അപ്പം എല്ലാം ഓക്കെ ആവുമ്പം പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മളിപ്പം വചനം വായിക്കാൻ തുടങ്ങും, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ സിസ്റ്ററെ. ഞാൻ പറഞ്ഞു, എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനൊരു സംഭവമേ ഇല്ല. നീ തീയിൽ കൂടെ നടന്നാലും ഞാൻ കൂടെ ഉണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞത്. ഹല്ലേലൂയ. ശദ്രക് മേശക് അബേദ്നെഗോയോട് പറഞ്ഞേ, പൗലോസ് അപ്പോസ്തലൻ പറയണം, അനേക കഷ്ടങ്ങളിലൂടെ നാം കടന്ന് സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയണം, ഞങ്ങൾ പോകുന്നുണ്ട്, പക്ഷേ ഹിസ് ഗ്രേസ് ഈസ് സഫിഷ്യന്റ്. ഹല്ലേലൂയ. മോർ യു എൻറ്റർ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നീ കഷ്ടത്തിലേക്കോ എന്തൊക്കെയോ പറയും, പക്ഷേ യു ആർ ദ ഇന്നർ മാൻ ഈസ് ഗ്ലോറിയസ് ആയിട്ട് വരും. ഹല്ലേലൂയ. അത് നിന്റെ പ്രകാശം നിന്റെ ഉള്ളത്തിലേക്ക് ഉദിക്കുമ്പോൾ നീ എത്രമാത്രം കർത്താവിനോട് അടുത്തിരിക്കുന്നുവോ, എത്രമാത്രം വചനം ഗ്രഹിക്കുന്നുവോ, എത്രമാത്രം പ്രാർത്ഥിക്കുന്നു അന്യഭാഷകളിൽ, നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് വരും. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരോട് പറയാണ്, നിങ്ങൾ എത്ര മണിക്കൂറാണോ എത്ര മിനിറ്റാണോ അതിൻ്റെ 3/4 ടൈം നിങ്ങൾ വേസ്റ്റ് പോലെ നിങ്ങൾക്ക് തോന്നും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ. ബട്ട് നെവർ സ്റ്റോപ്പ്. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ചമ്മന്തി അരച്ചില്ല, കട അടച്ചില്ല, ചയം വിളിച്ചില്ല, മറ്റേവളെ പോയില്ല, എഴുത്ത് കൊടുത്തില്ല, ഇതൊക്കെ നമുക്ക് ഓർമ്മ വരും പ്രാർത്ഥനയിൽ. പക്ഷേ സ്റ്റിൽ നിങ്ങൾ നിർത്തരുത് അന്യഭാഷയിലുള്ള പ്രാർത്ഥന. കണ്ടിന്യൂ ചെയ്ത് നോക്കിയേ. അതേ ലെവലിൽ നിങ്ങൾ പോയി അവിടുന്ന് എഴുന്നേൽക്കാതെ ഇരുന്നേ. ഹാൽമേ, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സംസാരശേഷി കുറയുന്നത് പോലെ തോന്നും. ഹല്ലേലൂയ. നിങ്ങൾ അവനെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് അകത്തോട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ സംസാരശേഷി കുറയുന്നത് പോലെ തോന്നും. നിങ്ങൾ അപ്പം വിചാരിക്കരുത്, അയ്യോ എനിക്ക് ക്ഷീണം വന്നു, ഇച്ചിരി വെള്ളം കുടിക്കും. നോ, ദാറ്റ് ഈസ് എ റൈറ്റ് ടൈം. ഗോഡ് വിൽ ടേക്ക് യുവർ സ്പിരിറ്റ് ഇൻ ടു ദ ഹൈയസ്റ്റ് ലെവൽ. ഹല്ലേലൂയ. ദ മോസ്റ്റ് ഹോളിയസ്റ്റ് പ്ലേസിലേക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണത്. നെവർ ഗിവ് അപ്പ്, നെവർ ഗെറ്റ് അപ്പ് ഫ്രം ദാറ്റ് പ്ലേസ്. ഹല്ലേലൂയ. ആമേൻ. ഈ അവസരം ലഭിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതേ മക്കളെ, നമ്മൾ ഓരോരുത്തരും ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. അതറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയില്ല എങ്കിൽ എനിക്ക് ഒരു ന്യൂസും കേൾക്കുന്നത് ഇഷ്ടമല്ല. ഒരു ദിവസം 50 ന്യൂസ് വരും. കേരളത്തിൽ കഞ്ചാവിൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ തുടങ്ങാൻ പോകുമ്പോൾ, അങ്ങനെ ഇവിടെ ഭൂകമ്പം മറ്റും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ന്യൂസ് കേട്ടിട്ട് ആർക്കെങ്കിലും ആത്മഭാരത്തോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ? ചുമ്മാതെ വണ്ടറിങ്ങും ചുമ്മാതെ അതിനെക്കുറിച്ച് ചർച്ചയും കേൾക്കുന്നതല്ലാതെ. ഇതെല്ലാം കർത്താവ് അപ്പച്ചൻ പുതിയ നിയമത്തിൽ എല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംഭവിക്കും, അത് സംഭവിക്കും, ഇത് സംഭവിക്കും, ദാറ്റ് വിൽ ഹാപ്പൻ, ദിസ് വിൽ ഹാപ്പൻ. എന്തിനാണ് ആ ന്യൂസ് കേട്ടിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത്? അപ്പോൾ നിങ്ങൾ എന്താണ് ഉളയുന്ന ആട് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്? നോ, നിങ്ങൾ എന്ത് ചെയ്യണം? അത് വരുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ആമേൻ. കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമേൻ. എവണ്ണം പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. ആമേൻ. നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്നിരുന്നുകൊണ്ട് രാജകീയ പുരോഹിത വർഗമാണ് നാം എന്ന് മറന്നു പോകരുത്. രാജകീയ പുരോഹിതന്റെ വർഗത്തിന്റെ ക്വാളിറ്റി എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. പുരോഹിതൻ, ഒരു പഴയ നിയമത്തിലെ പുരോഹിതൻ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ പ്രശ്നം ദൈവത്തോട് അറിയിക്കുന്നു. ദൈവത്തിന്റെ ഹിതം പുരോഹിതൻ അറിയിക്കുകയാണ്. സെയിം. ഇപ്പൊ ഞാൻ ആരാ? നിങ്ങളാരാ? ബിന്ദു സിസ്റ്റർ ആരാ? മേ സിസ്റ്റർ ആരാ? പുരോഹിതനാണ്. രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ. ഹല്ലേലൂയ. റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ് നമ്മൾ. ഇതൊന്നും നമ്മൾ അറിയാതെയാണ് നമ്മൾ ഈ പ്രയർ റിക്വസ്റ്റ് ഇടുന്നത്.
ദൈവമേ എന്ന് പറയും. അപ്പോഴേ കർത്താവ് അവിടെ പറയും, കുറച്ച് നാളുകൂടി ഇതിനെ നോക്കാം, ഇത് ശരിയല്ലെങ്കിൽ അടുത്തതിലേക്ക് നമുക്ക് പോകാം. കാരണം ആരെങ്കിലുമൊക്കെ ഇവിടെ സോൾജറിനെ ആവശ്യമാണ് കർത്താവിന്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ ചെല്ലുമ്പോൾ എളിഫിയായിട്ട് നിൽക്കരുത്. എൻ്റെ സമയം കഴിയാറായി. ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോഴേ, അമ്മ റാണി സിസ്റ്റർ മരിച്ചു, അമ്മ എല്ലാവരും യൂട്യൂബിൽ കണ്ടവരെല്ലാം കൂടെ ഓടി വരും, അയ്യോ ആ സഹോദരി ചത്തോ, എപ്പോഴാണ് അടക്കമെന്ന് ചോദിക്കും. ലീന സിസ്റ്ററും ചോദിക്കും, അയ്യോ റാണി സിസ്റ്റർ ചത്തോ, അവർ ശവം ഇന്ന് അടക്കുന്നേന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ അവിടുത്തെ വീഡിയോ വരും, റാണി സിസ്റ്ററിൻ്റെ ലൈവ് പോകുന്നുണ്ടേന്ന് പറയും. അപ്പോൾ അവിടെ ഭയങ്കര പാട്ട്, ഓട്ടം തികച്ചു നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. എൻ്റെ അമ്മ പറയും, എൻ്റെ മോള് ജീവിച്ചിരുന്നപ്പം വളരെ ഭക്തിയായിരുന്നു, അവൾ പ്രാർത്ഥിക്കുമായിരുന്നു, ഒത്തിരി ഇതായിരുന്നു. കർത്താപ്പച്ചൻ അവിടെ ചെല്ലുമ്പോൾ നോക്കും, എൻ്റെ പൊന്നെ റാണിയെ എനിക്കല്ലേ അറിയത്തുള്ളായിരുന്നു കർത്താപ്പച്ചൻ പറയും. സോ നമ്മുടെ കാര്യം പുറമേ ഉള്ളവർ ഫോട്ടോ ഒട്ടിക്കട്ടെ, അവരെന്ത് പറയട്ടെ, ഇവരെന്ത് പറയട്ടെ. ഐ ആം നോട്ട് കൺസേൺ അബൌട്ട് എനി ഹ്യൂമൻ ബീങ്. ഐ ആം കൺസേൺ അബൌട്ട് മൈ ഗോഡ്, മൈ ഫാദർ. അവൻ്റെ വില്ല് ഈ ഭൂമിയിൽ തികച്ച് ഞാൻ അവിടെ എത്തണം. ഓരോ രാത്രിയിലും ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ കിടക്കുകയാണ്, ആമേ നാളെ ഞാൻ എഴുന്നേൽക്കുമോ എന്നറിയത്തില്ല, പക്ഷെ വൺ തിങ് ഗോഡ്, നീ എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചുവെങ്കിൽ ഈ സത്യം ഞാൻ ലോകത്തിനോട് വിളിച്ചു പറയണം. ആമേ, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന, നമ്മുടെ രോഗങ്ങളെ വഹിക്കുന്ന, നമ്മുടെ നിത്യതയിൽ നമ്മെ ചേർക്കുന്ന, നമുക്ക് വേണ്ടി ഒരു ഭവനം ഉണ്ടാക്കിയിരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, ആരും നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും ഒരുവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ആമേ, അശുലോം കരുത്തി പറയുന്നു, ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ അതിനാണ് പറഞ്ഞത്, ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത് എന്ന് 24 മണിക്കൂർ എനിക്ക് പറയാൻ പറ്റും. ആമേ, ഗോഡ് ഇസ് മൈ സ്ട്രെങ്ത്. ആമേൻ, അവൻ എൻ്റെ വെളിച്ചമാകുന്നു, അവൻ എൻ്റെ പ്രകാശമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഹല്ലേലൂയ. മനുഷ്യന്റെ ഭയത്തെ നിങ്ങൾ ഭയക്കരുത്, മനുഷ്യനെ ഭയക്കരുത്. ഹല്ലേലൂയ. ആമേൻ, നിങ്ങൾ ദൈവത്തെ ഭയക്കണം. ആമേൻ, സ്തോത്രം. ദൈവമക്കളുടെ ക്വാളിറ്റിയിലേക്ക് കടന്നു വരണം. പുതിയ നിയമപുസ്തകം വായിക്കണം. നിങ്ങളെ തന്നെ നിങ്ങൾ എഡിഫൈ ചെയ്യാനായി വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് നിങ്ങൾ പോകണം. മറ്റുള്ളവർ നോക്കി നിങ്ങൾ ജഡ്ജ് ചെയ്യുമ്പോൾ അത് നിന്നു പോകരുത്. അവർക്ക് ജഡ്ജ് ചെയ്യാൻ മാത്രമേ അറിയൂ. പക്ഷെ കർത്താവ് നമ്മുടെ ഹൃദയത്തെ നോക്കി നമ്മളെ വ്യക്തിപരമായി, മോളെ മുന്നോട്ട് പോ. ഐ ജസ്റ്റ് വാണ്ട് ടു എൻകറേജ് എവ്രി വൺ. ഹല്ലേലൂയ. നിങ്ങൾ രാജകീയ പുരോഹിത വർഗ്ഗങ്ങളാണെങ്കിൽ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങളുടെ ചുറ്റും കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ നോക്കി നിങ്ങൾ ഭൂമിയിലേക്ക് പന്നിയെ പോലെ നോക്കിയിരിക്കാതെ നിങ്ങൾ എപ്പോൾ ഉയരത്തിലേക്ക് നോക്കുന്നു, then that time God will take your matter, your problem. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ എന്നോട് ചോദിക്കും, ഞാൻ പറയാം, അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചതുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ സകല ബുദ്ധിമുട്ടുകളെ God shall supply all your needs according to his riches in glory in Jesus ക്രൈസ്റ്റ്. എനിക്ക് പറയാൻ പറ്റും, ഹല്ലേലൂയ, എൻ്റെ സ്പൈനൽ പ്രോബ്ലം മാറിപ്പോയിട്ടില്ല, പക്ഷേ ഐ ആം റിജോയ്സിങ് ഇൻ ക്രൈസ്റ്റ്. കർത്താവിനറിയാം ഏതൊക്കെയാണ് മാറ്റേണ്ടത്, ഏതൊക്കെ മാറ്റേണ്ടതെന്ന്. ഇറ്റ്സ് നോട്ട് ബോദറിങ് മീ. ഹല്ലേലൂയ. ഞാൻ അപ്പോഴും 24 hours കർത്താവിന് അവൈലബിൾ ആണ്. പലരും എന്നോട് ചോദിക്കും, സിസ്റ്റർ ഉറങ്ങാറില്ലേ? ഞാൻ പറയും, എന്താണ്, ഞാൻ എൻ്റെ കർത്താപ്പച്ചനോട് നടക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്നെ ഉറങ്ങിയില്ലയോ? ഇറ്റ്സ് നോട്ട് യുവർ മാത് പ്രോബ്ലം. നമ്മൾ അൺവാണ്ടഡ് പ്രോബ്ലത്തിലേക്ക് കടക്കാതെ, നിങ്ങൾ ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ പേഴ്സണലി എന്തെങ്കിലും ചോദ്യങ്ങളോ, ആരിനി മീറ്റിങ്ങിൽ വരുന്നവർ പോലും ഞാൻ ചോദിക്കാറില്ല, നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ എവിടെയാണ്, നിങ്ങളുടെ പപ്പ ഇപ്പോൾ എവിടെയാണ്? നോ. അവർ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിലാകും സംതിങ് ഈസ് ദെയർ. ഞാൻ എന്തിനു ചോദിക്കുന്നു? ഐ ഡോണ്ട് വാണ്ട് ടു നോ എനിത്തിങ്. ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനിവൺ. വളരെ വിഷ്ടത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുവാണെങ്കിൽ, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവ്രി വൺ. ദൈവം നിങ്ങളായിരിക്കുന്ന സ്റ്റേറ്റിൽ, നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, നിങ്ങളായിരിക്കുന്ന കോണ്ടിനെൻറ്റിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നമ്മൾ വായിച്ച വാക്യമാണ്, 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7ാമത്തതിൽ തിന്മ നിന്നെ തൊടുകയില്ല. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നിശ്ചയമേ പാതാള ഗോപുരം ജയിക്കില്ല. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഡെത്ത് ഐ വിൽ നോട്ട് ഫിയർ എനി ഈവിൽ എന്ന് പറയണമെങ്കിൽ, തല ഉയർത്തി നടക്കണമെങ്കിൽ, മനുഷ്യർ കൊണ്ടുവരുന്ന ചെളിയും ചാണകവും കണ്ടിട്ട് നിന്റെ മുഖം കുനിക്കരുത്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നീ മുന്നോട്ട് യാത്ര ചെയ്യണം. ഓരോ സ്റ്റെപ്പും വെക്കുമ്പോഴേ ഇന്ന് 1 മിനിറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് നിർത്തുന്നു. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്ന ഒത്തിരി അമ്മമാർ ഈ ഗ്രൂപ്പിലുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യണം. എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കർത്താവേ, നിൻ്റെ അന്ത്യകാലത്ത് നിൻ്റെ ആത്മാവിനെ സകലരുടെ മേലും പകരുമെന്ന് പറഞ്ഞ കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ പകരുന്നതിനായി സ്തോത്രം. നിങ്ങൾ വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട. ഡോണ്ട് പ്രേ എനിത്തിങ്. ഈ ഒരു പ്രാർത്ഥന മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഫുള്ള് ഗ്ലോബിൻ്റെ അകത്തുള്ള എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ആ പാക്കേജിനകത്തുണ്ട്. കാരണം എഫേസ്യ ലേഖനം 1 പറയുന്നു, സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിന്നെ വിളിച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ അത് നമ്മൾ പ്രാപിക്കണമെങ്കിൽ ദൈവം ഒരു വ്യവസ്ഥയെ വെച്ചിട്ടുണ്ട്. എന്താണ്? അവൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയണം, നമ്മുടെ കുഞ്ഞുങ്ങൾ നിറയണം, ലോകത്തെ ജയിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചതെങ്കിൽ ലോകത്തെ ജയിക്കണം.
അല്ലാതെ നമ്മൾ ഇവിടുത്തെ ചിലതൊക്കെ ഏരിയല് അംബാനിയും മരിക്കും, ആമേൻ, ടാറ്റായും മരിക്കും, ബിർളയും മരിക്കും, സദ്ദാം ഹുസൈനും മരിക്കും, എല്ലാ കിങ്ങും മരിക്കും, എല്ലാവരും മരിക്കും. മരിക്കാത്ത ഒന്ന് മാത്രമുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തതൊന്നും മരിക്കത്തില്ല. അതെല്ലാം അവിടെ കാൽക്കുലേറ്റഡ് ആണ്, അവിടെ റെക്കോർഡഡ് ആണ്. ആമേൻ. പുറമേ ചെയ്യുന്നതിനെ എല്ലാം കർത്താവ് കാണുന്നു, അകമേ ചെയ്യുന്നതിനെയും കാണുന്നു. തീപ്പെട്ടിയിൽ സ്വർണം കൊണ്ടുപോകുന്നതും വണ്ടിക്കകത്ത് ചാക്കായിട്ട് ആമേ കച്ചി കൊണ്ടുപോകുന്നതും ദൈവത്തിന് കാണാൻ പറ്റും. ഹല്ലേലൂയ. വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കട്ടെ നമ്മുടെ ഈ പ്രവാസ ജീവിതം. ഒരു മരണം, ആമേ, ഒരു ജീവിതം. ഹല്ലേലൂയ. നമുക്കിനി മരണമുണ്ടോ? നമുക്കിനി മരണമില്ല. ജഡത്തിലൊരു മരണമുണ്ട്, ആത്മാവിന് ഇനി നമുക്ക് മരണമില്ല. അങ്ങനെയുള്ളവർ നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാകുന്നു. ആമേ. നിങ്ങളുടെ ബദാം, ആമേ, നിങ്ങളുടെ കൊമ്പ് അത് പൂക്കും, അത് കായ്ക്കും, അത് വൃക്ഷമാകും, അതിൽ വന്ന് അനേകർ ശരണം പ്രാപിക്കും. ആമേൻ. സ്തോത്രം. അജിത സിസ്റ്ററെ, ആമേ, സാറ, ആമേ, ലീലാമ സിസ്റ്റർ, ഷിംല, ആമേൻ, ഹല്ലേലൂയ. ആന്റി, ആമേ, ഷൈനി സിസ്റ്റർ, സെൽമ, ആമേ, അനു സിസ്റ്റർ, ആമേ, ഹല്ലേലൂയ. സുജ സിസ്റ്റർ, God has a great plan about you, ചിന്നു. ആമേൻ. ആമേൻ. നെവർ ഗീവ് അപ്പ്. ആമേൻ. സോ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഞങ്ങൾ ഈ സന്ധ്യാസമയത്ത് കർത്താവേ കോയിൻസിഡൻ്റ് ആയിട്ടല്ല, നിന്റെ ഇഷ്ടപ്രകാരം തന്നെ ഏതോ ഒരു ഹൃദയത്തെ തൊടുവാനായിട്ടാണല്ലോ കർത്താവേ